എന്നോട് പിന്നെ ദിനുവിന്റെ അവിടെ ആയിപ്പോയി ആരോട് ചോദിച്ചത് നിങ്ങൾ കാരണരാവിലെ അപ്പൊ കഥ പറഞ്ഞ ഇല്ലാന്ന് പറഞ്ഞിട്ടാണെന്നുകൊണ്ടാണ് നമ്മള് സീനിയറെ ഇപ്പോഴും പ്രായം കൊണ്ട് കൂടിയുള്ള ആള് പാപ്പനാ ആ വീട്ടിൽ പിന്നീടാണ് വന്നത്. എല്ലാവരും ചായ അതിന് ഈ സ്വീകരണങ്ങളും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നമ്മുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയാണ്. അല്ല അതെന്താ അതിന് ഒരു എന്താ കാര്യം വെച്ചാല് നമ്മുടെ അമ്മായിരം പ്ലാനാണ്. കിട്ടാതെ ഇപ്പൊ ഈ കാരണറിയില്ലേ, കാരണരുടെ അച്ഛൻ രാമാപ്പൻ എന്നാണ് പാപ്പൻ അങ്ങനെ അപ്പൊ രാമാപ്പൻ സുബ്രഹ്മണ്യന്റെ അച്ഛൻ അങ്ങനെ ചെത്തുകാരാണ്, നാട്ടുകാരനാണ് ആളാണ് രാമാപ്പൻ. രാമപ്പന്റെ കസിൻ സിസ്റ്ററാണ് എന്റെ അമ്മയുടെ അമ്മ. അങ്ങനെ ഒരു ബന്ധമാണ് ഞങ്ങൾ ശരിയായിട്ട് ഞങ്ങളുടെ തറവാട് കണ്ണമ്പുണ്ണിയായിരുന്നു. അത് സാധാരണ കഴിഞ്ഞിട്ട് സാധാരണ കഴിഞ്ഞിട്ട് അപ്പോ അങ്ങനെയാണല്ലോ ബന്ധം. അമ്മമ്മയുടെ വീട് തൊട്ടപ്പുറത്തെ വീടൊക്കെ തറവാട്, എൻ്റെ അമ്മ ഞാൻ ജനിച്ച വീട് തൊട്ടപ്പുറത്തെ വീടാണ്. അപ്പോ അവിടുന്ന് അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾക്കുള്ളത്. പക്ഷെ ഞാൻ അമ്മാവിൻ്റെ വീട്ടിലാണ്, അമ്മാവിൻ്റെ പക്ഷി വേണ്ടിയിട്ട് അങ്ങോട്ട് താമസം തുടങ്ങി. അപ്പൊ അവിടെ നിന്ന് അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് ഈ ഇളനീര് കൊണ്ടുവന്നു കഥയൊക്കെ എനിക്ക് ചെറുപ്പത്തെ അറിയാം. നമ്മളൊക്കെ ചെറുപ്പത്തെ വളർത്തുമ്പോൾ അമ്മമ്മയാണ്. അപ്പൊ ഈ കൃഷ്ണൻ വന്നത് മൂപ്പറെ ഭാവനയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ചെറുപ്പത്തിനെ ഇത് കേട്ട് പിന്നെ ഇളനീര് കൊണ്ടുവന്ന അമ്മമ്മൊക്കെ ഇവരുടെ ഹസ്ബൻഡിന്റെ അച്ഛനുള്ള സമയത്തൊക്കെ മൂത്ത മോനാണ് പെണ്ണു കൊണ്ടുപോവാ. ഇവരൊക്കെ ആയിട്ട് കൂടെ എടുക്കും. അപ്പൊ അതൊക്കെ ഞങ്ങൾ വിളിച്ച് പഠിച്ച ആളാണ്. അങ്ങനെ വീട് വന്നിട്ട് ഇളക്കി കുറച്ച് ദിവസമൊക്കെ ഞാൻ കൊണ്ടുപോകാൻ കണ്ടിട്ടുണ്ട്. ഇതില് ആ ഒരു പവിത്രതൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് ഇവരെ കൊണ്ടുപോകാൻ. അങ്ങനെ ഒരു ഇത് എന്റെ മനസ്സിലുണ്ട്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോ ഉള്ളാണ് ഇങ്ങനെ ഒരു ഇളക്കി. ഞാൻ പിന്നെ കുഞ്ഞോടാണ് ഞാൻ ആദ്യം പറയുന്നത്. ഒരു ഫാമിലി ഉണ്ട് പിന്നെ എക്സ്പ്രസ്സിലെ കുഞ്ഞി, അന്നത്തെ കുഞ്ഞിന് എക്സ്പ്രസ്സിലായിട്ടാണ്. അപ്പൊ യാതൊരു വിധ രേഖയില്ല. എന്താണ് ഇവര് പറയാൻ ചെമ്പോല എപ്പോഴും ഉണ്ട് അവിടെ. ആ ചെമ്പോല എല്ലാ കഥ എഴുതിച്ചിരുന്ന അറിയും. സാധനോടൊക്കെ നമ്മൾ ഇവിടെ ചെമ്പോല ഇവിടെ ഓരോ ഓലയില്ല നമുക്കറിയാലോ. അപ്പൊ അങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നീട് ദേവസ്വം വെബ്സൈറ്റ് തുടങ്ങി. ക്ലാസ് കാണിക്കാം. വെബ്സൈറ്റ് തുടങ്ങിയാണ്. വെബ്സൈറ്റ് തുടങ്ങിയപ്പോ നമ്മള് പിന്നെ അതിലേക്ക് ഫോട്ടോസ് കൊടുക്കുക, അതൊക്കെ സൈൻ ചെയ്യാമോ? അപ്പൊ വെബ്സൈറ്റ് തുടങ്ങിയപ്പോ അത് കണ്ടപ്പോ അത് കിട്ടിയ സ്റ്റോക്കിനാണ് ഒരു അത് കണ്ടു. അത് കണ്ടപ്പോ നമ്മ ഒരു കൃഷ്ണയ്യനെ ഇതിനെ പറ്റി എഴുതിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ പുതൂര് കൃഷ്ണൻ തന്നെ 10 പേര് എഴുതിയിട്ടുണ്ട്. അത് മാക്കുട്ടിയുടെ കഥയാണ്, കിട്ടര അച്ഛൻ്റെ കഥ, അതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അവതരിപ്പിക്കാൻ ഇത് ഈ വിവരം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം അവിടെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. ഇത് വീട്ടിൽ പറവാട്ടിൽ വന്നു. അതായത് ഇതിൽ കഥയുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും നിവൃത്തിയൊന്നും ഇല്ല. ഞങ്ങളതെന്ന് പറയാൻ ഒന്നും നിവൃത്തിയൊന്നും ഇല്ല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തരങ്കിന്റെ കാസറ്റില് ഒരു എന്താ പാട്ട് ആദ്യത്തെ വരി അറിയോ? തരങ്കിരി കാസറ്റ് കിട്ടതൻ എന്നൊക്കെ പറഞ്ഞൊരു പറഞ്ഞത്. ആ തരംഗ കാസറ്റ് ഇറക്കി. നല്ല പാട്ടാ അത്, നമുക്ക് കേട്ടുള്ള പാട്ടാവും. അതിറക്കിയപ്പോ അതില് ഹരിജതൻ കിട്ടാന്നാണ്. ഹരിജൻ കിട്ടതൻ ഇളതിയതോടുള്ളൂ അതിന്റെ അനുവല്ലവി. ഹരിജനാക്കിയപ്പോ ഞാൻ പറയുന്നത് കയ്യില് പോകും. അപ്പൊ ഹരിജനാക്കി ഞങ്ങളാണ് വന്നിട്ടതാകെ കയ്യില് വേഗം ഇത് ചെയ്തോളൂ. അപ്പൊ ഉണ്ണിയപ്പോണ്ടാവും മുമ്പരം മൊത്തം മകൻ ഉണ്ടായിരുന്നു. അപ്പൊ മുതാമണിയെ പറഞ്ഞത് ഇങ്ങനെ സംഭവം ഉണ്ണിപ്പന്റെ എല്ലാ തമിഴന്റെ കയ്യിൽ ഹരിജനാക്കും. അല്ലെങ്കിൽ ഇത് ഞങ്ങളാണ് കൊണ്ടത് ചാരി പോയി ആ കഥ കംപ്ലീറ്റ് കഴിയാൻ ചെയ്യാതാണ്.
അപ്പൊ ഉണ്ണിമോ എന്ത് ചെയ്തു വെച്ചാല് എങ്ങോട്ടും നോക്കാനും പോയില്ല. ഒരു കേസ് കഴിഞ്ഞു. ഇവിടെ മാധവഗിരിയിൽ പാലം വടേക്കര ആക്കുപ്പുരി വഴിയുണ്ട്. കേസ് കൊടുത്തപ്പോൾ ഇവർക്ക് പേടിച്ചു. കാരണം അന്ന് കേസ് എന്ന് പറഞ്ഞു ഇത്ര സാമ്പത്തിക ചുറ്റുപാട് എടുക്കില്ല. ജപ്പാൻ അവൻ കരുതി കേൾപ്പില്ല. കേസ് എന്നൊക്കെ എനിക്ക് പേടിയെന്ന് പറഞ്ഞു. ആകെ ഇതായാലോ. പിന്നീട് അയാള് നല്ല പേരുള്ള കൈ കളിക്കാൻ എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. അയാള് വന്നിട്ട് മാധവൻകുട്ടി അല്ലല്ല അത് മാധവൻകുട്ടി. പക്ഷെ കവിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അയാൾ എന്നിട്ട് കുഞ്ഞുമ്മ താമസിക്കുന്ന ഫ്ലൈറ്റിൽ വന്നിട്ട് മാപ്പൊക്കെ പറഞ്ഞു എനിക്ക് അറിയില്ല. അങ്ങനൊക്കെ ഉണ്ടായിട്ട് അപ്പൊ പിന്നെ ദാസേട്ട കൊണ്ടുവരെ വക്കീലിന്റെ ഓഫീസ് വന്നപ്പോ ഈ കേസ് കൂട്ടായിട്ട് മുന്നോട്ട് വരരുത്. കേസ് കൊടുത്ത് കവിതയിൽ തെറ്റിട്ടെങ്കിൽ എഴുതിയ ആളെന്നെ കേസ് നടത്തിക്കോളൂ പറഞ്ഞു. അയാൾ കുടുങ്ങി പാവം. അത് പേരില്ല ഗാഡിയത് കേസിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്ന പിന്നെ ഗിരീഷ് എന്താ അറിയാം. അവ എപ്പോഴും പാട്ട് വിളിക്കുന്ന ആളാണ്. അതിന്റെ അജുപല്ലു മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഹരിജനാം കിട്ടതൻ എന്ന് പറഞ്ഞൊരു എൻ്റെ അജുപല്ലവിയിലാണ്. അപ്പൊ എന്നിട്ട് അങ്ങനെ അപ്പോഴാണ് ഇതൊക്കെ വന്നത്. അപ്പൊ ഉടനെ എല്ലാവരും കൂടി വിളിച്ചോണ്ടിട്ട് ഇന്ന് നമുക്ക് കാര്യം ചെയ്യാം. മുമ്പൊക്കെ എല്ലാവരും അവരുടെ സൗകര്യം വീട്ടിൽ പോലെ ചെയ്യാം. ഒരു ബീച്ചാണ് കൊണ്ടുകൊടുക്കാം. അപ്പൊ അന്ന് ഇവിടെ ചന്ദ്രമോഹനാണെന്ന് ചേർന്ന ഈ കഥകൾ പറഞ്ഞപ്പോ അത് കൊണ്ടുവന്ന് വെച്ചോട്ട് പൊക്കോട്ടെ. അപ്പൊ എന്താ അങ്ങനെ ഇതുവഴി പിന്നെ കഴിഞ്ഞപ്പോ സെക്യൂരിറ്റിയുടെ പ്രശ്നം ഒന്നാണ്. സെക്യൂരിറ്റി ഫ്രണ്ടിൽ കൂടെ തന്നെ കടത്തില്ല. അപ്പൊ ആകെ ഇവര് ഇതായില്ലെങ്കിൽ വേണ്ട എന്നോട് പകുതി കിട്ടാതെ പോയി വെക്കാൻ പറയും. പിറ്റത്തെ ദിവസം പറഞ്ഞപ്പോ മോഹൻദാസ് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കഴിഞ്ഞ പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെ എങ്ങനെയും നേരെയുള്ള വഴി കൂടെ തന്നെ കൊണ്ടുപോകണം പറഞ്ഞപ്പോ അവര് സ്ട്രിക്റ്റ് ആയി കൊണ്ടുപോകാൻ മാത്രമല്ല ഭയങ്കര അടിപൊളിയായിട്ട് ഇനിയിപ്പോ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ആചാരത്തിന്റെ ഭാഗമായി ഇത് സ്വപ്നത്തിന്റെ ധാനിക്കാത്തതാ. ഇപ്പൊ കാര്യം വിചാരിച്ചിട്ടില്ല. പിന്നെ കൃഷ്ണൻ വന്ന വഴി സദ്യ കഴിഞ്ഞ് അമ്പലമാണ് നേരത്തെ പറഞ്ഞ മനിയാണോ പിന്നെ ജീനുവിന്റെ പറ്റി ഞാൻ പറഞ്ഞില്ല. ജീനു ഒരു ഭയങ്കര സംശയാലിയാണല്ലോ. സത്യം ശരിയാണെന്ന് തോന്നുന്നതേ ഇവിടെ സംശയമൊന്നുമില്ല. അപ്പൊ ജീവു സാധാരണ ഭയങ്കര തമിഴ്നാടുകാരൻ പറയുന്നു എന്തായാലും തെളിവ്. അപ്പൊ തെളിവ് വെച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആരാ ഒന്നും നിങ്ങൾ തന്നെയാണ് പുറമേയുള്ള ഒരാള് പറയണം. തമിഴ്നാടുകാരെ കുടുംബക്കാരൻ്റെ പറയണം. ഇതൊന്നും പെടാത്ത ആള് വേണ്ട എന്ന് പറയാൻ. എന്നാലും ഇപ്പൊ വിശ്വസിക്കാൻ പറ്റും. കടന്ന് ആലോചിക്കുമ്പോഴേ ഞാൻ പറഞ്ഞു പണ്ട് കരുണാകരൻ ലേഖനം ചെയ്യും ഈ സദർവെക്കില്ലേ. അതിലെ ഹരിയൊരാളാണ് ഇളനീര് കൊണ്ടുകൊടുക്കുക ആറാട്ടുള്ള എന്തുകൊണ്ട് ലേഖനം അത് ഞാൻ വായിച്ചിട്ടുണ്ട്. 50 കൊല്ലം മുമ്പ്. അപ്പൊ അത് വെച്ചിട്ട് അതിൽ കവിത എഴുതിയത് എഴുതിയിട്ട്. അപ്പോ അതിനുള്ള മറുപടി എടുപ്പിട്ട ദിവസം നമ്മുടെ ഉണ്ണേട്ടല്ലേ ചീരക്കുഴി ഉണ്ണേട്ട അതിന് മറുപടി എഴുതി. അത് എനിക്കറിയാവുന്ന ഫാമിലിയാണ് അവര് ടീച്ചർമാരാണ്. അത് എഴുതാൻ കാരണം എന്താ അറിയോ, ചീരക്കുഴി ഉണ്ണേട്ട കുടുംബത്തിന് ഇവിടെ ഏക്കറുകൾ കൂട്ടിയിട്ടാണ്. ഈ വീടൊക്കെ ആണല്ലേ, ഈ വീട് തൊട്ട് തങ്ങിയപ്പോഴത്ത് ഒക്കെ പാടാണ്. ചീരക്കുഴിയാണ്. ചീരക്കുഴി പാടത്ത് കൂടെയാണ് ഭഗവാൻ വന്നത്. ഇപ്പൊ അവർക്ക് ചീരക്കുഴിക്ക് ഭൂമിയില്ല അവിടെ. ആകെ പറമ്പായിപ്പോടെ. അപ്പൊ അത് അപ്പൊ മുന്നേറ്റം അപ്പൊ മുന്നേറ്റം അറിയോ ചോദിച്ചു. പിന്നെ ഞാൻ മുന്നേറ്റം അത്ര പരിചയമൊന്നുമില്ല, കഥയുണ്ട്, ഇതൊക്കെ ഞാൻ വായിച്ചിട്ട് മുന്നേറ്റാണ് ചെന്ന് പറഞ്ഞപ്പോ മുന്നേറ്റം അത്ഭുതം. കാരണം 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു എഴുത്ത് എഴുതി ഇപ്പോഴും മനുഷ്യൻ ഓർമ്മണ്ടല്ലോ. അങ്ങോട്ട് വണ്ടി പേര് ആൾക്കൂട്ടിട്ട് എന്റെ വന്നിട്ട് പറഞ്ഞു അന്നേ പറഞ്ഞു. ഞാൻ ഞങ്ങളൊക്കെ ഫുട്ബോൾ കളിക്കുകയും സൈക്കിളോട്ട് പെട്ടപ്പോൾ ചീരക്കുഴി പാടത്താണ്. അന്ന് മുഴുവൻ വിട്ടി പോയിട്ടില്ല, കുറച്ച് ബാങ്കുണ്ടായിരുന്നു. മുന്നേറ്റത് അത്ഭുതമായി. അങ്ങനെയാണ് ജീവിതം വിശ്വസിച്ചത്. അതങ്ങനെയാണ് മൂപ്പറിന്റെ ഫോട്ടോക്ക് അധികാരത്തെ ഇയാളെ കണ്ടതാ. മൂപ്പരെ എല്ലാവരും വിളിച്ചു പറയാം ആദ്യം വിശ്വസിക്കാം എഴുതിക്കൊള്ളതാണ്.
അപ്പൊ ഈ സ്വാമി ഇത് നമ്മുടെ കുടുംബം നമ്പൂതിരി തറവാടായി. നമ്പൂതിരി തറവാടായി. ഈ തമ്പുരാൻ ശേഷമാണ് തമ്പുരാൻ പഠിക്കൽ. ഓ ശരി. ഭഗവാൻ വന്നതിന് ശേഷം ആ കുടുംബങ്ങൾ മാത്രം നമ്പൂതിരിക്കാർ മുഴുവനായി. ഇപ്പോ ഞങ്ങള് 16 കുടുംബമുണ്ട്. അല്ലാതെ തൊട്ടൊന്നുമല്ല. എത്ര തലമുറ മുമ്പ് നോക്കിയിട്ടാ അദ്ദേഹം ഓമന്റെ ഉണ്ടോ? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഭവാനിയമ്മക്ക് അമ്മച്ചി എന്റെ അമ്മമ്മോട് ചോദിച്ചിട്ട് അമ്മമ്മ അന്ന് 9ാം തലമുറയായിരുന്നു. അതെ. അപ്പൊ ഇപ്പൊ 9, 9, 10, 12ാമത്തെ അമ്മയ്ക്ക് എന്താ പറയാ? എന്താ ഞങ്ങള് കൊണ്ടുവന്നല്ലോ തോന്നുന്നതിന് ശേഷം അപ്പൊ കേട്ടോ ഞങ്ങളൊക്കെ വന്നതല്ലേ. അങ്ങനെയല്ലേ വേണ്ടേ? അങ്ങനെയല്ല വരിക. അതെ. ഞാൻ ഡെയിലി ഗുരുവായൂർ വരുന്നതാണ്. ഡെയിലി കണ്ടിട്ടേ പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട അപ്പൊ നീ നിങ്ങൾക്ക് ആരെങ്കിലും ചോദിക്കാൻ വേണ്ടപ്പെട്ട ഒരാളുണ്ട്. എന്തെങ്കിലും ഇപ്പൊ പൈതൃകത്തിന്റെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതൊന്ന് പരിചയപ്പെടാം. ഇവിടെ ജാക്ക് സാറ് എന്ന് പറയും. അല്ലാതെ ഇവിടെ നിന്ന് തുടങ്ങാം. അതെ, ഉത്സാഹം ഞാൻ വന്ന ഒരു മിനിറ്റ് വന്ന സമയത്ത് ഇളനീര് കൊണ്ടുപോയി ഈ ഒരു വീട്ടിൽ നിന്ന് മാത്രം. പിന്നെ ഞങ്ങള് കുടുംബങ്ങള് ഇതെങ്ങനെയായാൽ ശരിയാവില്ലാന്ന് പറഞ്ഞിട്ട് കുടുംബങ്ങൾ മൊത്തമായി പിന്നെ ഒന്നിച്ച് കൊണ്ടുവരെ. മറ്റേ ഇവിടുന്ന് മാത്രം കൊണ്ടുപോയിരുന്നത് അതുകൊണ്ടുള്ള കാര്യം മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് അവരെ കിട്ടുന്നുണ്ടായിരുന്നു. അതെല്ലാവരും വണ്ടിക്ക് പോയിട്ട് ഇപ്പൊ ആദ്യം മഞ്ഞൾ എന്റെ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നടക്കും. അവിടെ ചെന്ന് നടത്തുന്നതിന്റെ അവിടെ അപ്പൊ നീ ഒന്ന് പരിചയപ്പെടാം നമുക്കല്ലോ. സമയമാണ് ആധികാരികമായിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത്. ഗണേശ കാലം തൊട്ടുള്ള ആളാട്ടാ. നേരത്തെ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പൻ സ്പർശം ആ തറവാട്ടില് കുടുംബത്തിൽ വരുന്ന കാവലില് വരാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭാഗ്യമാണ്. ഇത് മാത്രമല്ല ഈ കാര്യങ്ങൾ പ്രത്യക്ഷമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് വെക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു ആധികാരികതയുണ്ട്. ഗുരുവായൂരപ്പൻ്റെ കൊല്ലത്തിലൊരിക്കൽ ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിൻ്റെ ഒരു ഭാഗമാവാൻ ഭാഗ്യമുള്ളൊരു അതാണെങ്കിൽ നമുക്കൊക്കെ അതാണ് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചു. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തില് ഒരു സവർണർക്ക് മാത്രമേ ഉള്ളൂ പറഞ്ഞൊരു ധാരണയുണ്ട്. പക്ഷെ ഇത് ആ കാലത്തും ഇവര് അതിന്റെ അതാണ് ആ കാലത്ത് ഇവര് ഇങ്ങനെ ഭാഗമായിട്ട് ഈ ഇളനീരും ക്ഷേത്രമായിട്ട് വളരെ ബന്ധപ്പെട്ടു. കൊട്ടിയൂർ ഇളനീര് വരെ ചടങ്ങ് അപ്പൊ ഒരു ബന്ധമുണ്ട്. അതൊക്കെ ഈ ക്ഷേത്രങ്ങളായിട്ടുള്ള ഇതിന് പല അമ്പലങ്ങളും ഉണ്ട്. ഇളനീര് ഇപ്പൊ ഇവിടെ അല്ല അത് അതുപോലെ ഒരു കഥയാണ്. അതായത് അവിടെ ടിപ്പു സുൽത്താന്റെ അവർ കോട്ട ഉണ്ടായിരുന്നു. ടിപ്പു സുൽത്താൻ പെരുന്തട്ട ക്ഷേത്രത്തിന്റെ പിന്നിൽ കോട്ട കിട്ടിയില്ല. അവര് വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന അമ്പലത്തിലാണ്. അങ്ങനെ ഒന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഗുരുദേവന് ഒരു ദിവസം കണ്ണ് കാണാണ്ടായിരുന്നു. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ഈ സെറ്റിലെ ഒരു സ്വാമി ഉണ്ടായിരുന്നു. അതിന് പറഞ്ഞു ഇത് ദേവലോകാണ്, ഇവിടെ ശിവന്റെ ക്ഷേത്രമാണ്, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നേതാവൻ അതിന് ശിവനെ ഇളനീരോണ്ട് ദാനം ചെയ്യണം, അഭിഷേകം ചെയ്യണം, എന്നാൽ തെളിയുന്നു. അങ്ങനെ അദ്ദേഹത്തെ ശരി എങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉള്ള പറമ്പ് അദ്ദേഹം ഇളനീര് ചെയ്തപ്പോൾ ഭേദമായി എന്നാണ്. അപ്പൊ ആ പറമ്പ് മുഴുവൻ അദ്ദേഹം കരമുഴായി കൊടുത്തു. അതിന് വീതി അടയ്ക്കണ്ട. ആ പെരുന്തട്ട ദേവർക്ക് ഇളനീര് അഭിഷേകത്തിന് വേണ്ടി ആ ഭാഗത്ത് പുറത്തുനിന്നാണ് വീതിയില്ലാണ്ട് അങ്ങനെ പല ക്ഷേത്രങ്ങളും ഇളനീരായിട്ടൊരു ബന്ധമുണ്ട്. അപ്പൊ അതാണ് ഗുരുവായൂരപ്പനും അങ്ങനെ ഉണ്ടാവാം. ഇന്നിപ്പോൾ അത് ആറാട്ടകളെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഇവരെ ഇളനീരാണ്. എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങളും അതിൽ സഹകരിക്കുന്നുണ്ട്.
വലിയ ചരക്കിലാണ് ഇളനീര്. വലിയൊരു ചരക്കിലാണ് ഇളനീര്. കണ്ടമാനം ഇറങ്ങിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു തോട്ടക്കാരൻ നമുക്ക് ഇവിടെ വരാനൊക്കെ സാധിച്ചു വലിയ പഴഗ്രേട്ടൻ അത് ഇന്ത്യയിലും ആകെക്കൂടി 18 ജ്യോതിർലിംഗങ്ങൾ വിളിച്ചിട്ടൊക്കെ അത് 12 ദർശനം കഴിഞ്ഞില്ല. ഗുരുവായൂർ 600 വ്യാപാരികളുടെ ഏറ്റവും സീനിയർ പിന്നെ ഭാരതത്തിലുള്ള തീർത്ഥാടനം ചെയ്തിട്ട് 2-3 ദിവസം വേണ്ടി അത്രയും തീർത്ഥാടനം. പിന്നെ 1970 ഗുരുവായൂർ അപ്പോ അതാദ്യം കണ്ടതും അതിന് വേണ്ട പ്രവർത്തികളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. പിന്നെ കൊട്ടിയൂര് എന്ന് പറയുമ്പോൾ ആ കൊട്ടിയൂട്ട് വാക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് 65 വർഷം മുടങ്ങാണ്ട് പോയിട്ടുണ്ട്. ഈ വർഷം ഇപ്പോൾ വെള്ളിയാഴ്ച പോകണം വിചാരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലല്ല അതൊക്കെ പോകാനാ. അപ്പോൾ 66 വർഷം മുടങ്ങാണ്ട് കൂടിയെന്ന് പറയാം പോയി കഴിഞ്ഞാൽ. അതേമാതിരി പറശ്ശിനിക്കടവും 65 വർഷം പോയിട്ട് കഴിഞ്ഞ കൊല്ലത്തോടുകൂടി മുടങ്ങിയിട്ടേ ഇല്ല. ഇപ്പം തന്നെ പോകാൻ പറ്റിയ 66. അതിനത്ര വലിയൊരു തീർത്ഥാടന പരിപാടിയാണ് ഈ ഇളനീരൊക്കെ. ഞാൻ കുട്ടിക്കാലം മുതൽക്ക് അച്ഛൻമക്കൾക്കുള്ള തുടങ്ങിയത്. അപ്പൊ അതിങ്ങനെ കൊണ്ടെങ്കിലും ഇതൊക്കെ പരിപാടികളുണ്ട് കൂട്ടത്തില്. പിന്നെയാണ് ഈ കഥകളും ഒക്കെ കൂടുതലായിട്ട് വരുമ്പോൾ കൂടുതൽ അറിഞ്ഞിട്ടുള്ളത്. അതാണ് അതിപ്പോ ഭഗവാന്റെ ലീലകൾ പല രീതിയിലും ഇങ്ങനെ ഓരോ ദിക്കിലും ഉണ്ട്. നമ്മളിങ്ങനെ കേട്ടറിവും കണ്ടറിവുകളൊക്കെ മാത്രം ഇപ്പോൾ ഒക്കെ അറിയുള്ളൂ. അല്ലാത്ത എത്രയോ കഥകളും കാര്യങ്ങളും വേറെ ഭഗവാന്റെ ലീലകളുണ്ട്. അതാണ് ഈ മഹാത്മാക്കളെ എത്ര ദിക്കിൻ്റെ ഉണ്ട്. കൊട്ടിയൂരത്തി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇത് കണ്ടമാനം പറയാനുള്ളത്. അങ്ങനെയുള്ള ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുള്ള ആളാണ്. ഇവര് വലിയ സുഹൃത്തുക്കളാണ്. ഞാൻ 1968 ഗുരുവായൂർ ദിവസം ഉദ്യോഗസ്ഥനാണ്. പക്ഷെ നാളികേരക്ക് കിളവി വെക്കുന്ന സ്ഥലമൊക്കെ നോക്കിയിട്ട് നോക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഞാൻ. ഒക്കെ നോക്കും. പക്ഷെ എന്ന് ഇവിടെ കൊണ്ടുവരാൻ എനിക്കറിയില്ല. എൻ്റെ വൈഫ് പറഞ്ഞിട്ടാണ് ഈ ഇതറിയുന്നത്. ഇവിടെ എന്തൊരു വീട് ഇവിടെ കോട്ടപ്പുള്ളിക്ക് എത്താന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കത് ഇവിടെ വന്ന് വലിയൊരു ഭാഗ്യമാണ്. എൻ്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരമാണ്. ഞാൻ 90 ഇപ്പോഴാണ് 99-90 ഞാൻ വന്നത്. അത് ഭഗവാൻ വിളിച്ചതുപോലെ വന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ അറിയാവുന്നത് കാണണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പെൻഷൻ പറ്റിയപ്പോഴാണ് ഇവരുമായിട്ട് പൈതൃകമായിട്ട് ബന്ധപ്പെടാനായിരുന്നു ഇവിടെ വരാൻ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞ സന്തോഷം. ഞാനൊരു വന്നപ്പോൾ ഭഗവാൻ സഹായിച്ചതുപോലെ ഇവിടെ നിങ്ങളുടെ അടുത്തായതുകൊണ്ടായിരിക്കും, ഭഗവാൻ വന്ന പ്രദേശമായതുകൊണ്ടായിരിക്കണം ഇവിടെ എനിക്കൊരു ഫ്ലാറ്റ് വാങ്ങാൻ ഭഗവാൻ അന്നൊരു സൗകര്യം ചെയ്തു വന്നു. കാരണം അന്ന് ഒന്ന് പറഞ്ഞോട്ടെ, ദേവസ്വം സത്രം പൊളിക്കുന്ന സമയത്ത് കേരള ഗ്രാം ഫ്ലാറ്റ് അത് സത്രം പൊളിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ യാദൃശ്ചികമായിട്ട് ഭഗവാൻ എന്നെ ഇവിടെ അത് താമസിക്കാൻ പറ്റാതെ ഞാനിപ്പോൾ തമ്പുരാൻപടിയിൽ വീട് വെച്ച് താമസിക്കുന്നുണ്ട്. അത് മറ്റൊരു വിഷയം. ആ വിഷയത്തിലോട്ട് കിടക്കുന്നില്ല. പക്ഷേ എന്നെ അവിടെ എത്തിക്കുകയായിരുന്നു. ഈ ഭാഗത്ത് തിരിഞ്ഞപ്പുറം വഴി അവിടെ എത്തിച്ചത് ഈ ഭഗവാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടപ്പോൾ. കാരണം ഇവിടെ ഭഗവാൻ വന്നു, അവിടെയും എന്നെ അവിടെ കൊണ്ടെത്തിച്ചു. അങ്ങനെ എനിക്ക് പുതിയ വീട് വസ്തു വാങ്ങിച്ചു തന്നു. ഇങ്ങനെ പൈതൃകമായിട്ട് ബന്ധപ്പെടുത്തി ആ ഭഗവാന്റെ ചൈതന്യം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. എൻ്റെ പേര് ജാക്ക്. ഞാൻ 6 മാസം റിട്ടയർ ചെയ്തു. അപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗുരുവായൂർ താമസമാക്കണമെന്നൊരു മനസ്സിൽ ഒരു മോഹം ഉദിച്ച് അങ്ങനെ ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ട് വടക്കേനടയിൽ തന്നെ ഇപ്പോൾ താമസിക്കുന്നു. ഇത്തരം കഥകളൊക്കെ അറിയുന്നതിൽ വലിയ സന്തോഷം. ഇവിടെ വരാനുണ്ടായത് വലിയൊരു ഭാഗ്യമായിട്ട് കണ്ടായിരുന്നു. സാറേ അല്ല തെറ്റെന്ന് അറിയണ്ടാവില്ല. ഒരു കലാനിരൂപകൻ എന്നൊക്കെ പറയാം. എന്ത് കലകളെ വെച്ചിട്ടും ആധികാരൻ പറയാൻ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കലകളിലും ഏത് കലയിലും അതിന് ആധികാരൻ പറയാനുള്ള അറിവും ഒക്കെ ഉള്ള ഒരാളുണ്ട് സാർ. തിരുമല തിരുപ്പതി ദേവസ്ഥാനം ആന്ധ്രയിലുള്ള തിരുപ്പതി ദേവസ്വം ബോർഡിലായിരുന്നു. ഇതിൻ്റെ ബ്രാഞ്ച് ഗുരുവായൂർ, ചെന്നൈ, തിരുവനന്തപുരം ഈ 3 സ്ഥലത്ത് നിന്നിട്ടുള്ളൂ. 37 കൊല്ലം സർവീസ് ചെയ്തു. അത് റിട്ടയർഡായതിനു ശേഷം ഈ പൈതൃകത്തിൽ ഫുൾ ടൈം ഇതായിട്ട് പ്രവർത്തിക്കുന്നു. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോഴും ഇന്ന് കാലത്ത് തൊട്ട് ഉച്ച 2 മണി വരെ അവിടെ പൈതൃകത്തിലുണ്ടായിരുന്നു. കാലത്ത് തൊട്ട് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം വരില്ല എന്ന് പറഞ്ഞ് വേട്ടനോട് പറയുകയും ചെയ്തു. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ദിവാരായിട്ട് ഫോൺ ചെയ്തു, ഇന്ന് അവിടെയാണ് സ്ഥലം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു
അത് കാണേണ്ട സ്ഥലമാണല്ലോ, അപ്പോൾ അത് പ്രകൃതിയിൽ വരുമ്പോൾ നമ്മൾ വരാമെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഈ സ്ഥലം സന്ദർശിക്കാനും ഭഗവാൻ സന്ദർശിച്ച ആ വീട് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾ. എൻ്റെ പേര് ശിവദാസ്. ജന്മം കൊണ്ട് ചാവക്കാടാണ്. ഞങ്ങൾ 74 ഏങ്ങന്നൂർ എന്ന സ്ഥലത്ത് താമസമാക്കി. 82 ഞാൻ LF കോളേജിൻ്റെ അടുത്ത് 20 സെൻറ്റ് സ്ഥലം മേടിച്ചു കല്യാണത്തിന് മുമ്പ്. അപ്പോൾ അച്ഛനമ്മയ്ക്ക് അത് ഇവിടെ വന്ന് താമസിച്ചാൽ ഞങ്ങളെ കൈവിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അവരത് സമ്മതിച്ചില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഏങ്ങന്നൂരായിരുന്നു താമസം. 35 കൊല്ലം ഗൾഫിലായിരുന്നു. ഇപ്പോൾ മകളുടെ കല്യാണം നടക്കാത്തൊരു വിഷമം വന്നു. അപ്പോൾ എന്നെ ഗുരുവായൂരുള്ള ഒരു ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞു, എല്ലാ എന്താ പറയുക, നമ്മുടെ കാശ്മീരിലെ ദേവിയുടെ അടുത്ത് അവിടെ ഒക്കെ പോയി പ്രാർത്ഥിച്ച് വഴിപാട് നടത്തി ഒന്നും നടത്തില്ല. അപ്പോഴും പറയുന്നു, ഇനി ഒത്തിരി പോയിട്ടും കാര്യമില്ല, ഗുരുവായൂർ വന്ന് അദ്ദേഹത്തോട് കാര്യം പറയുക. പല പ്രാവശ്യം നിരസിക്കും, എന്നാലും മാറരുത്. എന്തിനു പറയുന്നു, 23 22 സ്ഥലം കിട്ടി വീട് വെച്ചു ഇവിടെ പെരുമ്പിലാവിൽ റോട്ടിൽ. മോളുടെ കല്യാണം കഴിഞ്ഞു, മോൾ ഡോക്ടറാണ്, കുട്ടിയായി, വളരെ സസുഖം. ഗുരുവായൂരപ്പനെ ഡെയിലി 4 മണിക്ക് പോയിട്ട് കാണും. ഏങ്ങന്നൂരിലെ അവനും പേര് വീട് അല്ലേ? എൻ്റെ വീട് ആകണ്ടേര്. ഏങ്ങന്നൂർ ആകണ്ടേര് അവിടെ കുഞ്ഞാത്തായി അവിടെ കുളിക്കക്കടയുടെ അടുത്തേവാ. അപ്പോൾ കലയങ്ങാറ അമ്പലത്തിൻ്റെ അവിടെ അവിടുന്ന് കിഴക്കോട്ട് പോകണം. അവിടുന്ന് കിഴക്കോട്ട് പിന്നെ പുഴയായി കിഴക്കേ ഭാഗത്തോ കുണ്ടഴിയൂർ പറയുന്നത്. കുണ്ടഴിയൂർ അവിടെയാണ് നമ്മുടെ കലയങ്ങാറ അമ്പലത്തിലാണ് നിവേദിതയുടെ വീട്, നമ്മുടെ വീട്. ചേട്ടാ പൈതൃകത്തിന്റെ ഓഫീസ് സെക്രട്ടറിയാണ്. അങ്ങനെ എനിക്ക് പറയാനില്ല, ഞാൻ ഗൾഫിലായിരുന്നു. അതിലൊരു വിട്ടുവീഴ്ചയുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ വൈഫ് ഗുരുവായൂർ അമ്പലമായിട്ട് കണക്റ്റുള്ള കുടുംബത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാത്ത. ഭാര്യയുടെ പേരും പറഞ്ഞാൽ കാരണം എന്റെ ഭാര്യയുടെ അച്ഛനായിരുന്നു ദേവസ്വത്തില് സ്വാമിക്കറിയാം. ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേഷൻ അല്ല, സോറി, ഇപ്പോഴത്തെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേഷൻ ബാലഗോപാലനൊക്കെ അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തിന് ഏങ്ങന്നൂരായിട്ട് കണക്റ്റുണ്ട്. എൻ്റെ പേര് രാജേഷ്. ഗുരുവായൂർ തന്നെയാണ് താമസം. ഗുരുവായൂർ IML ചെറിയ ജോലി ചെയ്യുന്നുണ്ട്. ബൈബിളുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യും. എൻ്റെ പേര് ഹരിദാസൻ. ഞാൻ പാലക്കാട് മഞ്ഞപ്പുറ സ്വദേശിയാണ്. എൻ്റെ വൈഫിൻ്റെ വീട് മാമ്പുഴ നടക്കുന്ന 2007 സ്ഥലത്ത് വന്നു. ഒരു വർഷത്തെ വിരുന്നാറായിട്ട് അതെ, വിശാലായിട്ട് സഹജമായിട്ടും പറഞ്ഞിട്ടുകൂടിയായിരുന്നു വന്നത്. സഹോദരനെ കണ്ടു. ഇപ്പം ഇവിടെ വരുന്നില്ല. എനിക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല മെസ്സേജ് ഇവിടെ വരുന്നു. ഞാൻ രവി ചക്കത്ത് ഇവിടുത്തെ ശിവകടത്താണ്. എൻ്റെ അമ്മാവനാണ്. അതെ അല്ലേ, എൻ്റെ അമ്മാവൻ. അപ്പോ അതിനോടനുബന്ധിച്ചൊരു കാര്യം കൂടി പറയാം. ഈ പിളനീര് ചോദിച്ചു വാങ്ങിയതാണ്. അതെ, വയറ്റിനൊന്ന് ചോദിച്ചു വാങ്ങിയ ഇളനീര് അതിൻ്റെ ആ കുടുംബക്കാരാണ്. അതുപോലെ ഭഗവാന് ഇഷ്ടമായിട്ടുള്ള മറ്റൊരു കഥ പക്ഷേ നമ്മൾ ചെന്ന് കേട്ടിരിക്കും. ഒരാളൊരു ഭക്തൻ, ഗുരുവായൂരപ്പൻ്റെ ഭക്തൻ, ഒരു ഭൂമി വാങ്ങി. ആ ഭൂമി വാങ്ങിയിട്ട് അതിൽ ഒരു തെങ്ങിലെ തേങ്ങ അത് മുഴുവൻ ഗുരുവായൂരപ്പനുള്ളതാണെന്ന് പ്രാർത്ഥിച്ചു വെച്ചു. അത് തെങ്ങേറ്റ കഴിയുമ്പോൾ ആ തേങ്ങ മുഴുവൻ ഗുരുവായൂരപ്പന് കൊടുക്കാൻ ഇളനീര് തേങ്ങ എന്താണെന്ന് വെച്ചതൊക്കെ അങ്ങനെ വെച്ചപ്പോൾ അന്ന് രാത്രി ഒരു കള്ളം കയറി ഇളനീര് ഇത് വെക്കുമ്പോൾ ഇയാൾ ശബ്ദം കേട്ടപ്പോൾ ഇയാൾ പറഞ്ഞു ഇത് തുടരുത് ദയവായിട്ട്, അത് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചു വരാൻ തുടങ്ങി.
അപ്പൊ ഈ കള്ളൻ ചോദിച്ചു ഗുരുവായൂരപ്പന് ആ തേങ്ങ കൊമ്പുണ്ടോ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് ഗുരുവായൂരപ്പ വിചാരിച്ച കൊമ്പുണ്ടാവും. നോക്കുമ്പോ അത് വെട്ടിയിറക്കി പല അറിഞ്ഞു. അത് വെട്ടിയിറക്കിയപ്പോ ആ തേങ്ങയ്ക്ക് കൊമ്പ്, ആ കൊമ്പ് ഇപ്പോഴും അത് അവിടെ തുലാഭാരം അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. മ്യൂസിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ടോന്ന് അറിയില്ല. അങ്ങനെ അപ്പൊ ഈ ഇളനീരായാലും തേങ്ങയായാലും ഭഗവാന്റെ ഒരു ഇതിന് വേറൊരു കഥയും നാളികേരം എടുത്തിട്ട് വരുമ്പോൾ അവിടെ കള്ളന്മാർ പിടിക്കുക. അപ്പം എൻ്റെ ഇതിന് കൊമ്പുണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ ഇത് തുറന്നു നോക്കിയപ്പോൾ പല കഥകളും കേൾക്കുന്നുണ്ട്. വീരാളിപ്പെട്ടുണ്ടായിരുന്നില്ലേ മുമ്പ് അവിടെ നമ്മള് അതിപ്പോ ഞാൻ അന്വേഷണം മരിക്കാൻ പറ്റിയ അത്ര കാമൂലിപ്പാട് പണ്ട് കാമൂലിപ്പാട് രാജാവായിരുന്ന കാലത്ത്, സാമ്രാജ്യത്തിൻ്റെ കാലത്ത് ഈ കലാകാരന്മാരെ ഇവരൊക്കെ വന്നാൽ അദ്ദേഹം വീരാളിപ്പെട്ട് അത് വീരാളിപ്പെട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലാണ്, ആധികാരികമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അത് അദ്ദേഹം അതല്ല അദ്ദേഹത്തിന്റെ ഉണ്ടായിട്ടുള്ള അദ്ദേഹം കൃഷ്ണാട്ടങ്ങളിൽ ഉണ്ടാക്കിയ മാനവേദം എന്ന് പറഞ്ഞ സാമൂരിപ്പാട് സാമൂരിപ്പാടായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം സാമൂരി ആവാൻ പോകുന്ന ആളാണ്. അദ്ദേഹം കൃഷ്ണാട്ടങ്ങളിൽ ഉണ്ടാക്കിയിട്ട് രൂപം ഉണ്ടാക്കിയപ്പോൾ ശ്രീകൃഷ്ണനെ എങ്ങനെ അരങ്ങത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞൊരു ആലോചന ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കൃഷ്ണഗീതിയിലെ ശ്ലോകങ്ങളൊക്കെ നമ്മളൊക്കെ കൃഷ്ണനെ മഞ്ഞപ്പെട്ടണം, ഈശ്വരന്റെ മഞ്ഞപ്പെട്ടത് അതിലും പറയുന്നുണ്ട്. സവർണാത്ഭുത ഭൂഷണോദ്ഭൂത സംഗീത പീതാംബരം തന്നെ പറയണം. ഇദ്ദേഹത്തിന് അത് പോരാ. ആ മഞ്ഞപ്പട്ടിന്റെ മുകളിൽ അദ്ദേഹം ഏറ്റവും വിലപിടിച്ചുള്ള ഈ വീരാളിപ്പട്ടി പൊതിച്ച് അന്ന് കൃഷ്ണാട്ടങ്ങളിലെ കൃഷ്ണന്റെ വെളി ചുവന്ന വെട്ടാണ് വീരാളിപ്പട്ടാണ്. ആ പട്ട പിന്നെ അത് വീരാളിപ്പട്ട ഒരു കർഷൻ ബാക്കി ഉണ്ടായിരുന്നു. അത് കീറിപ്പോയി ചേട്ടായിപ്പോ അത് ദേവസ്വത്തിന്. അപ്പോൾ ഞാനവിടെ പോകുന്ന കാലത്ത് ഇത് അന്വേഷിച്ചാണ് നമുക്ക്. അതായത് അവിടെ ഉത്സവത്തിന് തായ്മയൊക്കെ ഒട്ടുമ്പോൾ വട്ടാമണ്ഡലത്തിൽ വെക്കുമ്പോൾ ആ പീഠം വെക്കുമ്പോൾ അവിടെ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു കർഷകത്തെ ഉണ്ടായിരുന്നു. അതന്വേഷിച്ച് നടന്ന് കുറേ ആൾക്കാരെ ചോദിച്ച് അവസാനം ഉണ്ടായിട്ടുണ്ട്. കർണാടകത്തിലാണ്. കർണാടകത്തിലെ ഒരു ഇപ്പൊ അത് ഉപയോഗിക്കില്ല. ഇത് കാണാൻ കണ്ടപ്പോ ഞാനും കൂടെ അതെന്തായിട്ട് പ്രത്യേകത വെച്ചാൽ സാധാരണ ഈ പട്ടുനൂല് പട്ടുണ്ടായി നമ്മളെ പട്ടുനൂല് ഈ പുഴുവിനെ കൊന്നിട്ടാണ് പുഴുവിനെ കൊന്നിട്ട് അതിന്ന് ആ നൂലെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് വാസ്തവത്തിന് ഒരു പാപമാണ്. ആ പുഴുക്കളെ കൊല്ലുക എന്നൊരു പാവമാണ്. പക്ഷെ ഇവരത് കുറച്ചുകൂടി പ്രോസസ്സ് കൂടി ആ പുഴുവിനെ വളരെ ആ പുഴുവിനെ കൊല്ലാതെ അതുകൊണ്ട് നെയ്യല്ല. അതുകൂടി പ്രത്യേകതയുണ്ട്. അപ്പൊ അതിനെ കൊല്ലാതെ പ്രോസസ് ചെയ്യുന്നതാണ്. അങ്ങനെ വിൽക്കാവുന്ന അതാണ്. അതാണ് അതിന് ചെലവ് കൂടും. സാധനം ചുവന്ന കളറാണ് അതിന്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ജുളാന്റെ കഥ ഹരിജൻ ഒരു പെൺകുട്ടിയുടെ കഥ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. പൈതൃക ഗുരുവായൂരിന്റെ ഗുരുവായൂർ പെരുമ ഞങ്ങളിലും നടന്നു വരുന്ന ഗുരുവായൂർ പെരുമ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ആ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട ഐതിഹ്യപരമായി ചരിത്രപരമായുമുള്ള സംഭവങ്ങളുടെ അതാത് സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ എത്തിയിട്ടിരിക്കുന്നത് കിട്ട അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. ഗുരുവായൂരിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇളനീര് ആഹാട്ടിന് ഇളനീര് നൽകുന്ന ആ ഒരു വലിയൊരു ഇതിൽ പങ്കെടുക്കുന്ന അവരുടെ വീട്ടിലാണ് കിട്ട. നാരായണേട്ടനൊക്കെ ആയിട്ട് വളരെ ബന്ധം നമുക്ക് ഉണ്ട്. ഏതായാലും അതിനുള്ള ഭവാനി അമ്മ ഉണ്ട്, ലതാമ്മയുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. നാരായണേട്ടൻ അതിന്റെ കഥകൾ പറയും. അതിന് മുമ്പ് ഗുരുസ്വാമി
അതിനെ ആ ഒരു സംഭവം ഒന്ന് വിവരിച്ചിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പനെ തൊഴാൻ വേണ്ടി നമ്മളൊക്കെ എന്നും അല്ലെങ്കിൽ സൗകര്യം കിട്ടുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകാറുണ്ട്. പക്ഷെ ഗുരുവായൂരപ്പൻ ഇങ്ങോട്ട് വന്നിട്ടുള്ള അനുഗ്രഹിച്ചിട്ടുള്ള ഒരു വീട്ടിലാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ മഹത്വം. ഗുരുവായൂരപ്പൻ്റെ ഉത്സവം ആറാട്ട് ദിവസം ഭഗവാനെ ആറാടിക്കാനുള്ള ഇളനീര് എല്ലാ വർഷവും മുടങ്ങാതെ എത്തിക്കുന്ന കുടുംബാംഗങ്ങളാണ് ഇവർ. ഇത് അദ്ദേഹമാണ് കാർണോര്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാർണോര് എത്രയോ തലമുറയ്ക്ക് മുമ്പ് കിട്ട എന്ന ഒരു മഹാത്മാവുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഗുരുവായൂരപ്പൻ്റെ ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്ന് എനിക്ക് ഇളനീര് വേണമെന്ന് നിങ്ങളുടെ ആവശ്യപ്പെടുക. അപ്പം അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം നോക്കിയപ്പോൾ ഒരു ബ്രാഹ്മണനാണ് നിൽക്കുന്നത്. അപ്പം എന്താ വേണ്ടത് വെച്ച് പറഞ്ഞു, ഗുരുവായൂർ ആറാട്ടുകളിൽ എത്തിച്ചാൽ പറഞ്ഞിട്ട് പിന്നെ ആളെ കണ്ടില്ല. ആ ഒരു പതിവ് അവരിന്നും യഥാർത്ഥ വീടിന്റെ അപ്പുറത്താണ് അവര് താവഴിയാണ്. ഇതിന്റെ അടുത്ത് തന്നെയല്ലേ? ഇതിന്റെ അടുത്ത് തന്നെയാണ് അതിന്റെ തറവാട്. താവഴിയാണ്. ആ വീട് ആ വീട് ഈ വഴി ഇതാണ് അപ്പൊ അതാണ് അതിന്റെ കാര്യങ്ങള്. അത് എന്തായിരുന്നു, എങ്ങനെയാണ് അതിന്റെ അനുഭവം, നമ്മൾ കേട്ട് കഥകളാണ്. അപ്പൊ അതിന്റെ കാരണവര് ഇപ്പൊ ആ വീട്ടിലെ കാരണവര് കോഴിക്കോടാണ്. ഗുരുവായൂർ താമസക്കാരിലെ മുതിർന്ന ആളാണ്. നാരായണനാണ് നമ്മുടെ പരിപാടികൾക്കൊക്കെ പ്രതിനിധിയായി എത്താറ്. ഒരു അംഗത്തെ പോലെയാണ് ഇത്. പുരാതനമായിട്ട് ചിത്ത എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി വളരെ ഭഗവാന്റെ ഭക്തനായിരുന്നു. എന്ത് ചെയ്യുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും ഗുരുവായൂരപ്പനെ ധ്യാനിച്ചിട്ട് എന്ത് പ്രവർത്തി ചെയ്യും. അങ്ങനെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആറാട്ട് ദിവസം ഒരു ബ്രാഹ്മണ കുട്ടിയുടെ വേഷത്തിൽ ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ വന്നിട്ട് വെള്ളം ചോദിക്കുകയാണ്. അപ്പോൾ ഒരു ബ്രാഹ്മണ കുട്ടിക്ക് എങ്ങനെയാണ് വെള്ളം കൊടുക്കുക? 7 കുടുംബത്തിൽ നിന്ന് ആ കാണുന്നത് അങ്ങനെ ഞെട്ടിപ്പോയി. പക്ഷെ അങ്ങനെ ഇപ്പൊ കൊണ്ടുവരാമെന്നും പറഞ്ഞ് ഓടിപ്പോയി നേരിട്ട് ചെത്തി മിനിക്ക് കൊണ്ടുപോയപ്പോൾ ആളെ കാണാൻ ആള് പോയി. ആറാട്ട് ദിവസമാണ് അവിടെ കൂലിയുടെ നേരായി ആള് കടം. അപ്പോൾ ഇന്നും തന്നെ തിരിച്ച് കരഞ്ഞു. ഒരു ബ്രാഹ്മണ കുട്ടി വന്നിട്ട് എനിക്ക് വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഭഗവാനെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം കളിച്ചത് ഇട്ട കരയല്ല ഈ ഗുരുവായൂർക്ക് എത്തിച്ചപ്പോൾ അവളെ കഴിക്കുമ്പോൾ കേട്ടത് പാതി കേൾക്കാത്തത് പാതി. ഒരു കൊട്ട നിറച്ച് അമ്മയിൽ വെട്ടി തലയിൽ വെച്ച്, അന്ന് വണ്ടിയോ സൗകര്യങ്ങളൊന്നുമില്ല, തലയിൽ വെച്ച് അങ്ങ് നടന്ന് അവിടെ അന്ന് അമ്പലത്തിലേക്ക് കിടക്കാൻ പാടില്ല. ഇപ്പോഴുള്ള പോസ്റ്റ് ഓഫീസിന്റെ മുന്നിലുള്ള ദീപസ്തംഭം ഉണ്ടല്ലോ, അവിടെ ഒരു മണ്ഡപമുണ്ട്. 7 പേരുടെ അമ്പലം എന്നാണ് അന്ന്. അതെ അതെ. അവിടേക്ക് എത്തുമ്പോ മേശാന്തിയും വേറൊരു ബ്രാഹ്മണനും കൂടിയിട്ട് അവിടെ നിൽക്കുന്നു. ഇളനീര് അവിടെ വെച്ചിട്ട് അന്ന് മാറിയിരിക്കും. അവിടെ അങ്ങോട്ട് അല്ല, അങ്ങോട്ട് ഭഗവാൻ അശരീരി പറഞ്ഞു ഇങ്ങനെ ഒരു ഇളനീര് വരും, അതുകൊണ്ടായിരിക്കണം എനിക്ക് ഇന്നാ വിദ്യയുണ്ട്. അങ്ങനെ ഇളനീര് അവിടെ വെച്ചിട്ട് മാറി നിന്നും പുണ്യാദം ധരിച്ച് കൊണ്ടുപോയി ഇളനീര് കൊണ്ടുപോയി. അന്ന് മുതലേ ഇന്ന് വരെ ഇളനീര് അന്ന് ഇതേമാതിരി ആ അമ്പലത്തിലാണ് ആ ദീപസ്തംഭത്തിന്റെ അവിടെ ഇളനീര് കൊണ്ടുപോയിരുന്നത്. പിന്നീട് അതെ, പിന്നീട് ഇപ്പോഴാണ് കുറെ കാലമായിട്ടാണ് അവിടെ കൊണ്ടുപോയി വെക്കല്. ഇപ്പോഴാണ് സ്വീകരണം തുടങ്ങിയത്. അതിനു മുന്നേ സ്വീകരണം ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കൊണ്ടുപോയി വെക്കുക, ഭഗവാനെ തൊഴുക, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പൊ നമ്മളെ പന്നീര് സമർപ്പിക്കുന്നുണ്ടല്ലോ, അവിടെ ഇങ്ങനെ കൊണ്ടുപോയി വെക്കരുത്. അങ്ങനെ ഒന്നുമില്ല, ഓരോ വീട്ടിലും എല്ലാവരും കൊണ്ടുപോകും. അല്ല ഗുരുസ്വാമി, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ എല്ലാ വീട്ടിൽ നിന്നും ആ ദിവസം 2 വിഭാഗം. ഒന്ന് നേച്ചോപതി, അതിന്റെ ഓക്ടോപതി എന്ന് പറഞ്ഞൊരു വിഭാഗം. ഓക്ടോപതി എന്ന് പറയുന്നത്
ശരീരം തന്നെ നമ്മുടെ അസുഖം മാറ്റുന്നതാണ്. അതിനാണ് നമ്മുടെ ബിന്ദൻ ഏകാദശി നോക്കുന്നത്. കാരണം 2 ആഴ്ച കൂടുമ്പോൾ അയാൾ ഉപവാസം എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഓർത്തോപ്പതി വിഭാഗമുണ്ട്. തിരൂർ ഗാന്ധിയ പ്രകൃതി ഗ്രാമത്തിലാണ്. അപ്പൊ നമ്മളോട് രാവിലെ കഴിക്കാൻ പറ്റുമോ?